ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതേപോലെ 2 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 250 ml കപ്പിലാണ് 1.5 കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതേ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു 5-6 കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഈ കാഷ്യൂനട്ടൊന്ന് ചൂടായി കളർ ചേഞ്ച് ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം, കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്ര കൂടുതൽ ചേർത്താലും ടേസ്റ്റ് കൂടുതലായിരിക്കും. കയ്യിലുള്ളതിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ എത്രയാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് നല്ല ഈ ഒരു മുന്തിരിയൊക്കെ ഒന്ന് ഒരു ഗുണ്ടുമണിയായി വരൂലേ, നന്നായിട്ട് ഇതായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു രീതിയിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതേപോലെ ഈ സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് ചെറുകിയ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാകും കേട്ടോ. ഇനി ഇത് നമുക്ക് വേവിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ തേങ്ങയൊന്നും ഒരുപാട് മൂത്ത് പോകണ്ട, ഈ ഒരു രീതിയിലായാൽ മതിയാകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് ശർക്കര ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഏലക്കയുടെ ഫ്ലേവർ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ കൂടി ഇഷ്ടമാണെങ്കിൽ ഏലക്കയും 2-3 ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 250 ml കപ്പിൽ തന്നെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കാണാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ റവ അത്യാവശ്യം നന്നായിട്ട് വേകുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റവ തിക്കായി കട്ടയാകും. പക്ഷേ കുറച്ച് വേകാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇനി ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നാലും കുറച്ച് വെന്ത് കിട്ടിയാൽ അത്രയും നമുക്ക് പിന്നീടുള്ള കുക്കിംഗ് ടൈം ലാഭിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി കുറുകി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റവയുടെ എല്ലാ ഭാഗത്തും ഈ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത് മുഴുവൻ എത്തുന്ന രീതിയിൽ, നേന്ത്രപ്പഴം തേങ്ങയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി ഇതൊന്ന് തിക്കായി വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കങ്ങോട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തേക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഒരുപാട് ചൂടൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ഇപ്പോൾ അധികം വീതിയില്ലാത്ത തുമ്പ് വാഴയിലയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
ആ വാഴയിലയിൽ കുറച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളെടുക്കുന്ന ആ വാഴയിലയുടെ വലിപ്പം അനുസരിച്ച് നമുക്കിത് ഈ മിക്സ് വെച്ച് കൊടുക്കാനും പറ്റും. അതനുസരിച്ച് നമുക്ക് നന്നായിട്ട് ഇത് പൊതിഞ്ഞെടുക്കാനും പറ്റും. ഇതെനിക്ക് അധികം വീതി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിചാരിച്ച പോലെ നന്നായിട്ട് ഇത് പൊതിഞ്ഞ് കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ വാഴയില എടുത്തോളൂ. ഇനി നമുക്കിതിങ്ങനെ പതുക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഞാൻ വാഴയില വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇളയ വാഴയില ആയതുകൊണ്ട് ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെയാണിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരല്പം വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റീമറിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഹെൽത്തിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എടുക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ആവിയൊക്കെ ഒന്ന് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയേക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂട് ആറിയിട്ടില്ല. ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നോക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള റവയും നേന്ത്രപ്പഴവും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.